വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ. എൻ്റെ പേര് അപർണ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഫങ്ഷൻസിൽ വന്ന് നിൽക്കുമായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനയുടെ അധികാരങ്ങൾ, അഥവാ എന്തൊക്കെയാണ് ഭരണഘടനയുടെ അധികാരങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭരണഘടന എന്ന് പറയുമ്പോഴത്തേക്കും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഭരണഘടനയുടെ ഗോൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അതേപോലെ സമത്വവും കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം സ്വാതന്ത്ര്യവും സമത്വവും സുരക്ഷിതത്വവും സമാധാനവും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് സാധിച്ചു എങ്കിൽ ആ രാജ്യത്തിൻ്റെ വിജയത്തിന്, അതായത് ആ ഗവൺമെൻറ്റിൻ്റെ വിജയത്തിനും കൂടിയിട്ട് ആ ഭരണഘടന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഭരണഘടന ഒരു വിജയമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന എന്തൊക്കെ പ്രൊവൈഡ് ചെയ്താലാണ് ആ ഭരണഘടന വിജയമാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? ഭരണഘടന രാജ്യത്തിന് സ്വാതന്ത്ര്യവും സമത്വവും സമാധാനവും അതേപോലെ സുരക്ഷിതത്വവും നൽകുകയാണെങ്കിൽ ആ ഭരണഘടനയെ നമുക്ക് എന്തെന്ന് പറയാം? ആ ഭരണഘടന ഒരു വിജയമാണെന്ന് പറയാം. The Constitution provides liberty, equality, peace and security to people. While a constitution ensures all of these rights, such constitution can keep the authority of a constitution. Okay, നമുക്കിപ്പം അതിൻ്റെ അധികാരം എങ്ങനെയാണ്, അതായത് ഭരണഘടനയുടെ ആ ഒരു ഗോള് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടന എങ്ങനെയാണ് നിലവിൽ വന്നത്. ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതെങ്ങനെ വന്നു എന്ന് നമ്മൾ അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മളത് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. There are some countries which constitution doesn't work properly because the constitution was prepared by military chiefs or dictatorship of autocracy. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില രാജ്യങ്ങളുണ്ട്, ചില രാജ്യങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ജനങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യം, സമത്വം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു തോൽവിയായിരിക്കും. കാരണം അത് നിർമ്മിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ശക്തികളായിരിക്കും. അവരെ മാത്രം അനുകൂലിച്ചുകൊണ്ട് അവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന രീതിക്ക് അവർ നിർമ്മിച്ച ഭരണഘടനയായിരിക്കും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യവും സമത്വവും ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എല്ലാ കൺട്രീസിലും ഇല്ല, ചില രാജ്യങ്ങളിൽ മാത്രം. ഇപ്പം അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഭാഗ്യശക്തികൾ ഏതൊക്കെയായിരിക്കും? ചിലപ്പോൾ ഒരു മിലിറ്ററി ചീഫ് ആവാം, അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓട്ടോക്രസിയുടെ കീഴിലായിരിക്കാം. ഇവരുടെയൊക്കെ കീഴിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് അവരുണ്ടാക്കിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അവരുടെ ബാഹ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അതായത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആ രാജ്യത്ത് നടന്നാൽ മതി എന്നുള്ള രീതിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പം ചില കൺട്രീസിൻ്റെ കാര്യം പറഞ്ഞോളൂ, ബാക്കി ചിലതുണ്ട്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു മുഖ്യധർമ്മമായിട്ടുള്ള സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആ കോൺസ്റ്റിറ്റ്യൂഷന് കഴിയും. അതായത് അത് വന്നിരിക്കുന്നത്, ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിരിക്കുന്നത് ചിലപ്പോൾ ഫ്രീഡം മൂവ്മെൻറ്റ്സിൻ്റെ ഫലമായിട്ടായിരിക്കും. സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമായിരിക്കും അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാര്യം ഇത്രയും നാൾ ഒരാളുടെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട് ജീവിച്ചിരുന്ന ജനങ്ങൾ സ്വാതന്ത്ര്യ സമരങ്ങൾ നടത്തി സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ കൊണ്ടുവരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന അവർക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം, ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അവരെന്തായിരിക്കും കാണുക? സ്വാതന്ത്ര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്വാതന്ത്ര്യവും സമത്വവും കൊടുത്തിട്ടുള്ള രാജ്യങ്ങൾ ഫ്രീഡം മൂവ്മെൻറ്റ്സിലൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളതായിരിക്കും. ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഉണ്ട്, സൗത്ത് ആഫ്രിക്ക ഉണ്ട്, അമേരിക്ക ഉണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ കുറേ നാളുകളായിട്ട് സ്വാതന്ത്ര്യ സമരം നടന്നതിൻ്റെ ഫലമായിട്ട് അവർ പിന്നീട് സ്വാതന്ത്ര്യം നേടിയെടുത്ത് കുറേ അടിച്ചമർത്തലുകളും കുറേ പീഡനങ്ങളും ഒക്കെ സഹിച്ചിട്ട് ലാസ്റ്റ് അവർ ആ ഒരു ഭാഗ്യശക്തിയിൽ നിന്ന് മോചിതരായി സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട്
അവർ കൊണ്ടുവരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യവും സമത്വവും പ്രദാനം ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യങ്ങളിൽ ജനങ്ങളുടെ ലൈഫും വളരെ സന്തുഷ്ടമായിരിക്കും, ക്ഷേമമുള്ളതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ വേറെ ചില കൺട്രീസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി ചീഫ്സ് അതേപോലെ നമ്മുടെ ഡിക്റ്റേറ്റേഴ്സ് ഒക്കെ കൊണ്ടുവരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അവിടെ ജനങ്ങൾ എപ്പോഴും അടിച്ചമർത്തപ്പെട്ട് തന്നെ ജീവിക്കും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫോംഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആൻഡ് പ്രിപ്പയർഡ് ബൈ പോപ്പുലർ ലീഡേഴ്സ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഒക്കെ വഴിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട്. നമ്മുടെ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതും ഇതുപോലെ ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊച്ചു ക്ലാസ്സിലൊക്കെ. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ കഷ്ടപ്പെട്ടതും ഗാന്ധിജി, നെഹ്റു അങ്ങനെയുള്ള ഒത്തിരി ലീഡേഴ്സിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതും അതേപോലെ എന്ത് വന്നതും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പോപ്പുലറായിട്ടുള്ള നേതാക്കന്മാരുടെ കീഴിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് നമ്മുടെ ഇന്ത്യയിൽ എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടന കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻ സം കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ വെർ ഫോംഡ് ബേസ്ഡ് ഓൺ റെഫറൻഡം. ചില റെഫറൻഡം വഴി കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തിട്ടുള്ള കൺട്രീസും നമ്മുടെ ഈ ലോകത്തുണ്ട്. അതിന് ഒരു എക്സാമ്പിളാണ് നമ്മുടെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊവിഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിനെ പറ്റിയിട്ടാണ്. ഇപ്പം നമ്മുടെ ഭരണഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് വ്യവസ്ഥകൾ അല്ലെങ്കിൽ കുറച്ച് നിയമങ്ങൾ പറയും. ആ നിയമങ്ങളെന്ന് പറയുന്നത് അവിടുത്തെ എല്ലാവരും, അതായത് ആ രാജ്യത്തുള്ള എല്ലാവരും പാലിക്കേണ്ടതാണ്. അതാണ് ഇവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. എന്ത്? ഭരണഘടനയുടെ വ്യവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യമായിരിക്കണം. രണ്ടാമത്തത്, ഇറ്റ് ഡസൻ കീപ്പ് എനി പാർഷ്യലി ടുവേർഡ്സ് എനി റിലീജിയൻ ഓർ എനി അതർ ഗ്രൂപ്പ്. അതായത് ഏതെങ്കിലും ഒരു മതത്തോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തോടോ പക്ഷാപാതം കാണിക്കുന്നില്ല എന്ന് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉറപ്പുവരുത്തേണ്ടത്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മതത്തിനെ ഒഴിച്ചു നിർത്തുക അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വിഭാഗങ്ങളെ ഒഴിച്ചു നിർത്തുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഭരണഘടനയിൽ പറയാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭരണഘടനയിൽ പക്ഷാപാതം അങ്ങനെയൊന്നും കാണിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ഒരു ഭരണഘടനയിൽ. മൂന്നാമതെന്ന് പറയുന്നത്, ഇഫ് ദെയർ ഈസ് എ റൈസ് എ ഫീലിങ്സ് ഓഫ് സപ്രഷൻ ഓൺ എമംഗ് പീപ്പിൾ ഇറ്റ് വിൽ എഫക്ട് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മതത്തിനെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെയോ പക്ഷാഭേദം കാണിക്കാൻ പാടില്ല. അതേപോലെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് അതേപോലെയുള്ള മതവിഭാഗങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് മൈനോറിറ്റീസിനെയോ ഒന്നും അടിച്ചമർത്താനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാൻ പാടില്ല എന്നും കൂടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭരണഘടനയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനെ ബാധിക്കും. ഭരണഘടനയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ ക്ഷേമത്തിനെയാണ്. അതിനെ ബാധിക്കാൻ വരെ ഈ ഒരു അടിച്ചമർത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കാരണമാവും. അടുത്തത്, കംപ്ലീറ്റ് ജസ്റ്റിസ് കനോട്ട് ബി പോസിബിൾ ത്രൂ എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം നമ്മൾ ഇതൊക്കെ പറയുന്ന സമയത്തും ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലും, അതായത് ഈ ലോകത്തുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലും കംപ്ലീറ്റ് ജസ്റ്റിസ്, അതായത് പൂർണ്ണമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നീതി തരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു 100ൽ 99% നമുക്ക് ജസ്റ്റിസബിൾ ആയിരിക്കാം. പക്ഷെ ഒരു 1% എന്ന് പറയുന്നത് നമുക്ക് നോൺ ജസ്റ്റിസബിൾ ആണ്. നമുക്കത് തീർക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കേസുകൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്, നമ്മൾ കാണാറുണ്ട്. ഒരു കേസിൽ ഇപ്പം നമ്മുടെ ഒരു സമൂഹത്തിൽ നടക്കുന്ന കേസുകളിൽ 99% ആളുകൾക്ക് നമ്മൾ നീതി കൊടുക്കും കോൺസ്റ്റിറ്റ്യൂഷൻ വരെ. പക്ഷെ ഒരു 1% നീതി നിഷേധിക്കപ്പെടാറുണ്ട്. അതാണ് അവരിവിടെ സൂചിപ്പിക്കുന്നത്. എന്ത്? ഒരു ഭരണഘടനയിലൂടെ സമ്പൂർണ്ണ നീതി എന്ന് പറയുന്നത് സാധ്യമല്ല എന്ന്. ഈവൻ ദോ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് സം ബേസിക് നോംസ് റിലേറ്റഡ് ടു ദ പീപ്പിൾ, ദ കണ്ടന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് കീപ് ലിബർട്ടി ആൻഡ് ഈക്വാലിറ്റി. അതായത് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്തും ഒരു ഭരണഘടനയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തായിരിക്കണം? അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യവും സമത്വവുമായിരിക്കണം. ഇഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ എൻഷുർ ദ ലിബർട്ടി ആൻഡ് ഈക്വാലിറ്റി, സച്ച് ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കം സക്സസ്. അതായത് ഒരു ഭരണഘടനയിൽ സമത്വവും അതേപോലെ സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഭരണഘടന എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ
വിജയത്തിന് കാരണമാകും. ആ ഭരണഘടനയുടെ ഏറ്റവും വലിയ വിജയം എന്താണ്? അവിടുത്തെ ജനങ്ങൾക്ക് സമത്വവും സ്വാതന്ത്ര്യവും അതിനെ പ്രദാനം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ആ രാജ്യത്ത് ക്ഷേമം ഉണ്ടാകാനും അതേപോലെ അവിടുത്തെ ജനങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാനും ഇടയില്ലാതാക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസൈൻ, അതായത് സന്തുലിതമായ സ്ഥാപക രൂപരേഖ, അതായത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രൂപരേഖയെ പറ്റിയിട്ടാണ്. ഇപ്പം ഇഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെയിലിയർ ഓർ സക്സസ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ. ഇപ്പം നമുക്ക് ഒരു ഭരണഘടന ഒരു ഫെയിലിയർ ആണോ, അതായത് തോൽവിയാണോ അല്ലെങ്കിൽ ഒരു വിജയമാണോ എന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ രൂപകൽപ്പനയെ ആശ്രയിച്ചിരിക്കും. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ നിയമങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർക്ക് പറ്റാതെ വരുന്ന സമയത്ത് ചില വിഭാഗങ്ങൾ അവർക്ക് നീതി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള രീതിക്ക് ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനെ ബാധിക്കും. അത്തരത്തിൽ ഭരണഘടനയിൽ നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ സ്ട്രക്ചർ കൊണ്ടുവരുന്ന സമയത്ത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഒരേപോലെ ട്രീറ്റ് ചെയ്തിട്ട് ഭരണഘടനയിൽ നിയമങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ ആ ഭരണഘടന വിജയമാണെന്ന് പറയും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഭരണഘടന പരാജയമാണോ വിജയമാണോ എന്ന് രൂപകൽപ്പന ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന്. ദ പവർ ഡോണ്ട് ക്യാരി ഇൻ എ സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരങ്ങൾ എന്ന് പറയുന്നത് ഒരൊറ്റ സ്ഥാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നമുക്കിപ്പം നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുക്കാം. ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അധികാരം നടക്കുന്നത് 3 തട്ടായിട്ടാണ്. ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഇവർ 3ഉം കൂടി ചേർന്നിട്ടാണ് ഇന്ത്യയുടെ അധികാരം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഒരാവശ്യം വരുന്ന സമയത്ത് നമ്മൾ ലെജിസ്ലേച്ചറിൽ പോയി അവിടുത്തെ ആൾക്കാർ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ 100% തൃപ്തരല്ല, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ നമുക്ക് എവിടെ പോകാൻ പറ്റും? ജുഡീഷ്യറിയിൽ പോകാൻ പറ്റും. അതായത് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഒരു സ്ഥാപനത്തിൽ മാത്രം അധികാരം ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന്. ദ പവർ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പവർ എന്ന് പറയുന്നത് 3 തരത്തിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അധികാരം വിവിധ സ്ഥാപനങ്ങൾക്കിടയിൽ വ്യത്യസ്തമായിട്ട് വിതരണം ചെയ്യുന്നു. ഇറ്റ് എൻഷുർ ദാറ്റ് ഇഫ് ആൻ ഏജൻസി മിസ്യൂസസ് ഇറ്റ്സ് പവേഴ്സ് അതർ ഏജൻസീസ് ക്യാൻ പ്രിവെൻറ്റ് ഇറ്റ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഏജൻസി ഇതിനകത്ത് അധികാരം ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോയി മറ്റൊരു ഏജൻസിയിൽ ചെന്നിട്ട് അത് തടയാൻ പറ്റും. ഇപ്പം എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക എന്ന് വെച്ചോ, അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ജുഡീഷ്യറിയിൽ പോയി കേസ് ഫയൽ ചെയ്യാം. ജുഡീഷ്യറിയിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്ത് നമുക്ക് അതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി എൻഷുർ ദ അമെൻമെൻറ്റ് ബേസ്ഡ് ഓൺ സോഷ്യോ എക്കണോമിക് ഓർ പൊളിറ്റിക്കൽ ചേഞ്ച്. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഭേദഗതിയൊക്കെ ഭരണഘടനയിൽ വരുത്തിയെന്നിരിക്കും. സോ നമ്മളിപ്പം ഈ ഒരു ക്ലാസ്സിൽ മൊത്തത്തിൽ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനയുടെ അധികാരം എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഭരണഘടനയുടെ അൾട്ടിമേറ്റ് ഗോള് നമ്മൾ പറഞ്ഞ എന്താണ്? സ്വാതന്ത്ര്യവും സമത്വവും പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ അതിൻ്റെ ഗോളെന്ന് പറയുന്നത്. ഈ ഭരണഘടന ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭരണഘടന എന്നുള്ള രീതിക്ക് ഒരു രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് അത് വിജയിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഭരണഘടന നിലവിൽ വന്ന ഒരു ഭരണഘടന എങ്ങനെയാണ് നിലവിൽ വന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ മിലിറ്ററി ചീഫ്സ് ഉണ്ടാക്കുന്ന ഭരണഘടനയെ പറ്റി പറഞ്ഞു. അതേപോലെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പറ്റിയിട്ട് പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഭരണഘടനകളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ദ സബ്സ്റ്റാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അതിൻ്റെ വ്യവസ്ഥകളൊക്കെ ആർക്കൊക്കെയാണ് സ്വീകാര്യമായിരിക്കുന്നത്, അതിനകത്ത് എന്തൊക്കെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്, അത് പവറിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു
എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടന, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയിട്ട്, ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപീകരിച്ചത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു.